നമ്മൾ ചാറ്റ് GPT ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ, നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടെങ്കിലും അടുത്ത തവണ സംസാരിക്കുമ്പോൾ അതൊന്നും ഓർക്കാത്ത ഒരാളായി സംസാരിക്കുന്നത് പോലെ? ഈ പ്രശ്നം പലർക്കുമുണ്ട്. എന്നാൽ ഒരു സന്തോഷ വാർത്തയുണ്ട്. ചാറ്റ് GPTക്ക് ഇപ്പോൾ ഓർമ്മശക്തിയിൽ ചില കിടിലൻ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓർത്തു വെക്കാനും നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പെരുമാറാനും ചാറ്റ് GPTയെ പഠിപ്പിക്കാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ? അതിനുള്ള 5 എളുപ്പ വഴികൾ നമുക്ക് നോക്കാം. 1. നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കുക. ഒന്നാമതായി, ചാറ്റ് GPTയോട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി പറയുക. ഉദാഹരണത്തിന്, നിങ്ങളൊരു ടീച്ചർ ആണെങ്കിൽ കാര്യങ്ങൾ ചുരുക്കി പറയാവുന്നതാണ്. ഇഷ്ടമെങ്കിൽ അത് നേരത്തെ തന്നെ സൂചിപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ഉടമയാണെങ്കിൽ പ്രായോഗികമായ ഉപദേശങ്ങളാണ് വേണ്ടതെങ്കിൽ അതും പറയുക. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിലോ നിങ്ങൾക്ക് പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടെങ്കിലോ സംസാരത്തിനിടയിൽ അതൊന്ന് സൂചിപ്പിക്കുക. പുതിയ ഓർമ്മശക്തി അപ്ഡേറ്റുകൾ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പ്ലസ് പ്രോ യൂസർമാർക്ക് ചാറ്റ് GPT പതിയെ ഈ സൂചനകൾ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങുകയും ചെയ്യും. 2. സംസാരിക്കുമ്പോൾ തന്നെ ഫീഡ്ബാക്ക് നൽകുക. നിങ്ങൾ ചാറ്റ് GPTയെ നയിക്കുമ്പോൾ അത് കൂടുതൽ മെച്ചപ്പെടും. കഴിഞ്ഞ മീറ്റിംഗിനെ സമ്മറി ചാറ്റ് GPT നന്നായി തയ്യാറാക്കിയാൽ അത് കൊള്ളാമെന്ന് പറയുക. ഇനി കൂടുതൽ വിവരങ്ങൾ വേണമെന്നോ ഫോർമാറ്റ് മാറ്റണമെന്നോ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് പറയുക. നമ്മളൊരു പുതിയ സഹപ്രവർത്തകനെ നേർവഴിക്ക് നയിക്കുന്നത് പോലെയാണിത്. കൃത്യമായി പറയുക. അടുത്ത തവണ ബുള്ളറ്റ് പോയിന്റുകളായി തരണം എന്ന് പറയുന്നത് കുറച്ചുകൂടി നന്നാക്കണം എന്ന് പറയുന്നതിനേക്കാൾ ഫലപ്രദമാണ്. 3. നിങ്ങളുടെ താല്പര്യങ്ങൾ സ്വാഭാവികമായി വെളിപ്പെടുത്തുക. എല്ലാ കാര്യങ്ങളും ആദ്യമേ തന്നെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും സംസാരത്തിൽ സ്വാഭാവികമായി കടന്നു വരട്ടെ. ഒരു യാത്ര പ്ലാൻ ചെയ്യുകയാണെന്നോ നിങ്ങളുടെ യാത്രാശൈലി എങ്ങനെയുള്ളതാണെന്ന് ആ സമയത്ത് പറയാം. നിങ്ങളുടെ ഹോബികൾ മാറുകയാണെങ്കിൽ ആ ഹോബികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ പ്ലാനുകൾക്കോ ചാറ്റ് GPTയെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും അപ്ഡേറ്റ് ചെയ്യുക. ഇത് സംഭാഷണം സ്വാഭാവികമാക്കാനും അനാവശ്യ വിവരങ്ങൾ നൽകി ചാറ്റ് GPTയെ കുഴപ്പത്തിലാക്കാതിരിക്കാനും സഹായിക്കും. 4. ഓർമ്മശക്തി ക്രമീകരണങ്ങൾ പ്രയോജനപ്പെടുത്തുക. ചാറ്റ് GPTയുടെ മെമ്മറി കൺട്രോളുകൾ ഒന്ന് പരിശോധിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക. നിങ്ങളെക്കുറിച്ച് ചാറ്റ് GPT ഓർത്തുവെച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ചേർക്കാനും എഡിറ്റ് ചെയ്യാനും പൂർണ്ണമായി ഒഴിവാക്കാനും സാധിക്കും. വേണമെങ്കിൽ മെമ്മറി ഓഫ് ചെയ്ത് ഒരു ഫ്രഷ് സ്റ്റാർട്ട് എടുക്കാനും പറ്റും. നിങ്ങളുടെ ജോലി, ഇഷ്ടപ്പെട്ട സംസാര ശൈലി, സ്ഥിരമായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ തുടങ്ങിയ പ്രധാനപ്പെട്ട വിവരങ്ങൾ മെമ്മറി സെക്ഷനിൽ നേരിട്ട് ചേർക്കുക. ഇങ്ങനെ ചെയ്താൽ ഓരോ തവണ സംസാരിക്കുമ്പോഴും ചാറ്റ് GPT ഈ കാര്യങ്ങൾ ഓർത്തുവെക്കും. നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറുമ്പോൾ ഇടയ്ക്കിടെ ഇത് അപ്ഡേറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക. 5. അതിരുകൾ നിർണ്ണയിക്കുക. സ്വകാര്യത ഉറപ്പാക്കുക. ചാറ്റ് GPT എന്തൊക്കെ ഓർക്കണം, എന്തൊക്കെ ഓർക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ചില വിഷയങ്ങൾ സ്വകാര്യമായി വെക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിർദ്ദേശങ്ങൾ വേണ്ട എങ്കിൽ അത് വ്യക്തമായി പറയുക. ഒരു പുതിയ പരിചയക്കാരനോട് പെരുമാറുന്നത് പോലെ വ്യക്തമായ അതിരുകൾ വെക്കുക. അപ്പോൾ സംഭാഷണം കൂടുതൽ സുഖകരമാകും. ഓർക്കുക, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും താൽക്കാലിക ചാറ്റ് ഉപയോഗിക്കുകയോ മെമ്മറി ക്ലിയർ ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ചാറ്റ് GPTയെ ഒരു സെർച്ച് എഞ്ചിൻ പോലെ കാണാതെ ഒരു പുതിയ സഹപ്രവർത്തകനെ പോലെ പരിഗണിക്കുക. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കുക. ഫീഡ്ബാക്ക് നൽകുക. നിങ്ങളുടെ താല്പര്യങ്ങൾ സ്വാഭാവികമായി കടന്നു വരട്ടെ. മെമ്മറി ടൂളുകൾ ഉപയോഗിക്കുക. നിങ്ങളുടെ അതിരുകൾ നിർണ്ണയിക്കുക. വൈകാതെ തന്നെ നിങ്ങളുടെ സംഭാഷണങ്ങൾ ഒരു മെഷീനോട് നിർദ്ദേശങ്ങൾ നൽകുന്നത് പോലെ തോന്നാതെ നിങ്ങളെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരാളോടുള്ള സംസാരം പോലെയായി മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.